നമസ്കാരം. മൂത്രചികിത്സയെ പിന്തുണച്ച് വീണ്ടും നടൻ കൊല്ലം തുളസി. ഏത് അസുഖത്തിനും മൂത്രം കുടിച്ചാൽ മതിയെന്നാണ് കൊല്ലം തുളസിയുടെ അവകാശവാദം. മനുഷ്യമൂത്രത്തിന്റെ ഔഷധ ഗുണങ്ങളും ശാസ്ത്രീയതയും ചർച്ച ചെയ്യാൻ ചേർന്ന യൂറിൻ തെറാപ്പി സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവെയാണ് അദ്ദേഹത്തിന്റെ ഈ പരാമർശം. അസുഖങ്ങൾക്ക് ആശുപത്രിയിൽ കയറി ഇറങ്ങേണ്ട കാര്യമില്ലെന്നും അദ്ദേഹം പറയുന്നു. താൻ ക്യാൻസറിനെ അതിജീവിച്ചത് മൂത്രം കുടിച്ചുകൊണ്ടാണെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. എനിക്ക് ക്യാൻസർ ബാധിച്ചപ്പോൾ അതിനെ അതിജീവിക്കാൻ പല വഴികളും തേടി. അങ്ങനെയാണ് യൂറിൻ തെറാപ്പിയെ കുറിച്ച് അറിഞ്ഞത്. അതിലൂടെ ഞാൻ രോഗത്തെ അതിജീവിച്ചു. ഇപ്പോൾ എനിക്ക് 75 വയസ്സായി. ഇനിയൊരു 25 വർഷം കൂടി ജീവിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹമെന്നും കൊല്ലം തുളസി പറയുന്നു. എന്റെ ബലത്തിന്, ശക്തിക്ക്, എന്റെ രക്ഷകനെ മൂത്രം ഉള്ളിടത്തോളം ഞാൻ നിലനിൽക്കും. ഉറപ്പാണ്. അദ്ദേഹം പറയുന്നത് അങ്ങനെയാണ്. മൂത്രം പരിപാവനവും പരിശുദ്ധവുമാണെന്നും അദ്ദേഹം പറഞ്ഞു. ചികിത്സാ ചെലവുകൾ താങ്ങാനാവാത്ത പാവപ്പെട്ടവരെ കണ്ടെത്തി അവരെ പറഞ്ഞു മനസ്സിലാക്കേണ്ട ധാർമ്മികമായ കടമ നമുക്കുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. പലരും പല അസുഖത്തിനുമായി മൂത്രം കുടിക്കാറുണ്ടെങ്കിലും പുറത്തു പറയാൻ മടിക്കുകയാണ് എന്നും കൊല്ലം തുളസി അഭിപ്രായപ്പെട്ടു. നമ്മൾ തമ്മിൽ ഇനിയും കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ മൂത്രം കുടിച്ചു തുടങ്ങണമെന്നും അദ്ദേഹം പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയവരോട് അഭിപ്രായപ്പെട്ടു. ഇന്നല്ലെങ്കിൽ നാളെ ലോകം ഇക്കാര്യം ഉറക്കെ പറയുന്ന അവസരം വരുമെന്നും താൻ ഇക്കാര്യം ഉറക്കെ പറയുന്നതിന് വളരെ മ്ലേച്ഛമായ തെറികൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട് എന്നും കൊല്ലം തുളസി കൂട്ടിച്ചേർത്തു. എന്റെ മൂത്രം ഞാൻ കുടിക്കുന്നതിനാണ് ഞാൻ ഈ തെറി കേൾക്കുന്നത്. അസുഖം വന്നാൽ ആശുപത്രികൾ കയറി ഇറങ്ങി സാധാരണക്കാരന്റെ ജീവിതം താറുമാറാകും. ലക്ഷക്കണക്കിനും കോടിക്കണക്കിനും രൂപ ചെലവായാലും ജീവൻ തിരിച്ചു കിട്ടാത്ത അവസ്ഥയാണ്. യാതൊരു വിലയുമില്ലാതെ കിട്ടുന്ന വസ്തുവാണ് മൂത്രം. ഭാര്യ അറിയാതെ ഭർത്താവിനും, ഭർത്താവ് അറിയാതെ ഭാര്യയ്ക്കും ഇത് കുടിക്കാം. ഇതിന് ഒരു നാറ്റവുമില്ല എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. സകലവിധ അസുഖങ്ങൾക്കും നാണം തോന്നാതെ മൂത്രം കുടിക്കണം എന്നും അന്യന്റേതല്ല സ്വന്തം മൂത്രം കുടിക്കാനാണ് പറയുന്നത് എന്നും കൊല്ലം തുളസി പറയുന്നു. ഇതാദ്യമായല്ല മൂത്ര ചികിത്സയെ കൊല്ലം തുളസി പിന്തുണയ്ക്കുന്നത്. 1 വർഷത്തിലേറെയായി താൻ യൂറിൻ തെറാപ്പി ചെയ്യുന്നുണ്ട് എന്നും അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട്. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.